കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നമുക്ക് ഇന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്താലോ? അപ്പോഴേ നിങ്ങൾ സംഗീതം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങുന്ന കുറേ വാക്കുകൾ കാണും. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും കുറച്ച് വാക്കുകളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഒരു വാക്ക് പറയാമോ? സ്ഥായി. സ്ഥായി എന്ന് വെച്ചാൽ എന്തുവാ? സ്വരങ്ങളിരിക്കുന്ന സ്ഥലം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം അത് എത്ര ഉച്ചത്തിലിരിക്കുന്നു എന്നാണ്, ഇല്ലയോ? അപ്പോൾ നമ്മൾ എത്ര സ്ഥായികളുണ്ട്? 3 സ്ഥായി. 3 സ്ഥായി ഏതൊക്കെയാണ്? മന്ത്രസ്ഥായി. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് വാക്ക്? ശ്രുതി. ശ്രുതി, ഇല്ലയോ? ശ്രുതി എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ കേൾക്കുന്നത്, കേൾക്കാനുമ്പമുള്ള ശബ്ദം. അനേകം കോടാനുകോടി ശബ്ദങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സംഗീതത്തിനകത്ത് നമ്മൾ ശ്രുതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കുറേ ശ്രുതികളെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ സംഗീതത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതുണ്ട് സ്വരം. അപ്പോൾ ശ്രുതിയുമായിട്ട് ഏറ്റവും അടുത്തുള്ളതാണ് സ്വരം. അപ്പോൾ ശ്രുതികളിൽ ഏറ്റവും വ്യക്തിത്വമുള്ള ശ്രുതികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വരം എന്ന് പറയുന്നത്, ഇല്ലയോ? ഒരുപാട് സ്വരങ്ങൾ നിങ്ങൾക്കറിയാം. അടുത്ത പിന്നെന്തുവാ? താളം. താളം. അപ്പോൾ സംഗീതത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടൊരു സംഗതിയാണ് എന്ത്? താളം. താളം ഇല്ലെങ്കിൽ പാട്ട് നമ്മുടെ ആനയ്ക്ക് എന്തിനാ ചങ്ങലയിട്ടേക്കുന്നത്? ഓടാതിരിക്കുക. അപ്പോൾ പാട്ടെന്ന് പറയുന്നത് വലിയ ഓട്ടക്കാരനാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഓട്ടക്കാരനെ പിടിച്ചു നിർത്താനുള്ള ചങ്ങലയാണ് താളം, മനസ്സിലായോ? പിന്നെ ഏതുണ്ട്? ഈണം, ഇല്ലയോ? അപ്പോൾ നമ്മളൊരു പാട്ട് പാടുന്നു, ഇല്ലയോ? പിന്നെ എൻ കുഞ്ഞുറങ്ങിക്കൊൾ, എൻ കുഞ്ഞുറങ്ങിക്കൊൾ, കണ്ടോ? ഒരു കവിതയാണ്. ആ കവിത പാടുന്നതിനൊരു ഈണമുണ്ട്, ഇല്ലയോ? അതിനെ നമ്മൾ കവിതയിൽ നമ്മൾ പറയും മട്ടെന്ന് പറയും. പക്ഷെ നമ്മൾ സംഗീതത്തിൽ നമ്മൾ പറയും രാഗം എന്ന് പറയും, ഇല്ലയോ? രാഗങ്ങൾ, ഒരുപാട് രാഗങ്ങളുണ്ട്. പിന്നെന്താ ഉള്ളത്? ഇനി ഗീതം. ഗീതം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലെവലിൽ നമ്മൾ ഈ പാട്ടൊക്കെ പഠിച്ച് ഒരു അലങ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു പാഠഭാഗമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത പറയാമോ? ഗീതത്തിൻ്റെ വരികളെ നമ്മൾ സ്വരത്തിനനുസരിച്ച് പാടുന്നു, മനസ്സിലായോ? അതുവരെ സ്വരങ്ങളാണ് പഠിച്ചത്. പക്ഷേ സ്വരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വരങ്ങൾ എങ്ങനെ പാടുന്നോ അതുപോലെ വരികളെ പാടാൻ ശീലിക്കുന്ന പാഠഭാഗമാണ് എന്ത്? ഗീതം. ഇനി വല്ലതും ഉണ്ടോ? ഈണം പറഞ്ഞു. ഇനി അടുത്തത് വരിശ. വരിശ എന്ന് വെച്ചാൽ എന്തുവാ? വരി വരിയായിട്ട് നമ്മൾ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായിട്ട് നിൽക്കും. എങ്ങനെ നിൽക്കുന്നത്? വരി വരിയായിട്ട്. അതുപോലെ നമ്മൾ സ്വരങ്ങളെ വരി വരിയായിട്ട് പാടി പരിശീലിക്കുന്നതാണ് വരിശ. ആ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നതാണ്. ഏറ്റവും നല്ല വരിശയ്ക്ക് ഉദാഹരണം ആരാണ്? ഉറുമ്പുകൾ പോകുന്നതാണ്, മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? സരളി. സരളി, ഇല്ലയോ? എന്താ സരളി? തെരളി അറിയാം, ഇല്ലയോ? തെരളിക്ക് എന്തുവാ? തെരളി മധുരമാണോ കയ്പാന്നോ? നല്ല രസമല്ലയോ? വയണയിലൊക്കെ വെച്ച് തെരളി ഉണ്ടാക്കുന്നത്. അതുപോലൊരു വാക്കാണെന്ത്? സരളി. നമ്മൾ കടൽ തീരത്ത് പോയിട്ടുണ്ടല്ലേ? കടൽ തീരത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ രസിപ്പിക്കുന്നത് എന്താണ്? തിരകളാണ്. തിര ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ഉയർന്നും താഴ്ന്നും ഇങ്ങനെ പോകും. അതാണ് സരളി എന്ന് പറയുന്നത്. സാരി 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 ഗമ, കണ്ടോ? അപ്പോൾ ഉയർന്നും താഴ്ന്നും പോകും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുമാതിരി ഒരു വൃത്തമുണ്ട്. അധോന്നത എന്നാ വൃത്തത്തിൻ്റെ പേര്. അപ്പോൾ ഇനി വല്ലതും ഉണ്ടോ? സ്ഫുരിതം. സ്ഫുരിതം എന്നൊരു വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഏത് പരീക്ഷയിലാണ് പഠിച്ചത്? ജണ്ട പരീക്ഷ. ജണ്ട പരീക്ഷയിൽ, അല്ലയോ? ജണ്ട എന്ന് വെച്ചാൽ എന്തുവാ? ഒരു സ്വരത്തിനെ ഇരട്ടിക്കുന്നു. ഒരു സ്വരത്തിനെ 2 തവണ പറയും. അതിനെയാണ് ജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് പറയുന്ന സ്വരത്തിനെ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഊന്നൽ കൊടുത്ത് പറയും. അപ്പോൾ എന്ത് ചെയ്യും? അതിന് അടിക്കലത്തെ സ്വരം കേൾക്കും, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു സ്വരം ഉച്ചരിക്കുമ്പോൾ വേറൊരു സ്വരം കൂടി അതിൻ്റെ കൂടെ ചേർന്ന് വന്നാൽ ആ തരത്തിലുള്ള പ്രയോഗത്തിന് പറയുന്ന പേരാണ് സ്ഫുരിതം. അത് നമ്മുടെ ഗമകങ്ങളിൽ ഒരു വിധത്തിലുള്ളതാണ്. ഇനി വല്ലതും ഉണ്ടോ? ഗമകം. ഗമകം എന്ന് വെച്ചാൽ എന്തുവാ? ചലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വരത്തിൽ നിന്ന് മറ്റൊരു സ്വരത്തിലേക്ക് ചലിക്കുന്നു, ഇല്ലയോ? അങ്ങനെ ചലിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ചലനങ്ങളുണ്ട്.
ആ ചലനങ്ങളിലൂടെ ഉണ്ടായി വരുന്ന സംഭവമാണ് എന്ത്? ഗമകം. ഇനി വല്ലതും ഉണ്ടോ? ഇനിയും കുറേയൊക്കെ ഉണ്ട് ഇല്ലയോ? അപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതെല്ലാം കൂടെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്ത് പഠിക്കും. എന്താ പറയുന്നത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ